നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആൻസിലറി പേപ്പർ ആയിട്ടുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് പ്രോലിഫറേഷൻ ഓഫ് ജാതീസ്, ജാതികളുടെ ഒരു പരിണാമം അല്ലെങ്കിൽ ഒരു പ്രോലിഫറേഷൻ, അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് മധ്യകാല ഇന്ത്യയിൽ ജാതികൾ രൂപപ്പെട്ടു വന്നത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 6 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളേറെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകളിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെടുന്നത്. അതുപോലെ അതിന്റെ അടിസ്ഥാനത്തിൽ വർണ്ണവ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ജാതി വ്യവസ്ഥയും വരുന്നത്. അപ്പൊ വർണ്ണവ്യവസ്ഥ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ ഇങ്ങനെ 4 വർണ്ണങ്ങളായിട്ട് സമൂഹത്തെ വേർതിരിച്ചിരുന്നു. അതില് ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് ഉരുവം കൊണ്ട ബ്രാഹ്മണരും, കൈകളിൽ നിന്ന് ഉരുവം കൊണ്ട ക്ഷത്രിയരും, തുടകളിൽ നിന്ന് ജനിച്ച വൈശ്യരും, പാദങ്ങളിൽ നിന്ന് പിറവി കൊണ്ട ശൂദ്രരും, ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് അന്ന് ഇന്ത്യൻ സൊസൈറ്റിയെ തിരിച്ചിരുന്നത്. അപ്പൊ ഇതിൽ ഓരോ വർണ്ണങ്ങൾക്കിടയിലും അവരുടെ ജോലിയിൽ ചെറിയ വ്യത്യാസങ്ങൾ, അല്ലെ, ഇത് തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പൊ ബ്രാഹ്മണർ വായിൽ നിന്നായതുകൊണ്ട് അവരുടെ ജോലി എന്താണ്? പൂജാതി കർമ്മങ്ങളും പ്രീസ്റ്റ്ഹുഡ്, അല്ലെ, അതുപോലെ തന്നെ ടീച്ചിങ്, ഇതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്, പട്ടന്മാര് ഇതൊക്കെ. ഇനി ഇതിലെ രണ്ടാമത്തെ കാറ്റഗറി, അതായത് ക്ഷത്രിയര് യുദ്ധം ചെയ്യുന്ന തൊഴിലായിരുന്നു, രാജഭരണം, ഇതൊക്കെയായിരുന്നു അവരുടെ ജോലി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് വൈശ്യന്മാരാണ്, കച്ചവടമായിരുന്നു ഇവരുടെ, കൃഷി, കച്ചവടം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തൊഴിൽ. 4ാമത്തെ വിഭാഗം ശൂദ്രരാണ്. അപ്പൊ ഇവർ പാപസേവ ചെയ്യുന്ന, തൊഴിൽ എടുത്ത് ജീവിക്കുന്ന വേലക്കാരായിട്ടുള്ള ഒരു വിഭാഗം, ഇതായിരുന്നു അവര്, ശൂദ്രർ. അപ്പൊ ഇതില് നേരിയ വ്യത്യാസം, ഓരോ വർണ്ണത്തിലും ചെയ്യുന്ന തൊഴിലിന് നേരിയ വ്യത്യാസമുള്ള ചില വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ ഇവർക്ക്, ഇപ്പൊ വൈശ്യരാണെങ്കിൽ വൈശ്യർക്കിടയിൽ പല തൊഴിലുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. ആ പല തൊഴിലുകൾ ചെയ്യുന്നവരെ ഓരോ തൊഴിൽ കൂട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതേ തൊഴിൽ ചെയ്യുന്നവരെയൊക്കെ ഒറ്റ ജാതിയായിട്ട് പരിഗണിക്കുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെയാണ് ജാതികൾ രൂപപ്പെട്ടു വരുന്നത്. അതില് ശൂദ്ര വിഭാഗത്തിനിടയിൽ തന്നെ പലതരത്തിലുള്ള തൊഴിൽ ചെയ്യുന്ന, ക്ലീനിങ് ജോലികൾ ചെയ്യുന്നവര്, വീടുകളില് ജോലി ചെയ്യുന്നവര്, ഇങ്ങനെയുള്ള പല വിഭാഗങ്ങൾ വരുന്നു. കൃഷിയിൽ തന്നെ പല കാറ്റഗറിയിലുള്ള ജോലികൾ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്തു? ഓരോരോ ജാതികളായിട്ട് മാറ്റപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് ജാതി, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തില് ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ വർണ്ണ സമൂഹത്തിൽ നിന്ന് ജാതി സമൂഹത്തിലേക്കുള്ള മുഖ്യമായിട്ടുള്ള പരിവർത്തനം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ജാതിയുടെ വികസനമാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ, വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ 4 വർണ്ണങ്ങളിൽ നിന്ന് സ്പഷ്ടമായിട്ടുള്ള അതിരുകൾ ഉള്ള ഒരു വിഭാഗമായിട്ട് ഇവര് മാറുന്നതാണ് നമുക്ക് 6-12 നൂറ്റാണ്ടുകൾക്കിടയിൽ കാണപ്പെടുന്നത്. എന്നാൽ വ്യവസായപരമായിട്ടുള്ള വിഭജനങ്ങള്, അതുപോലെ തന്നെ വ്യത്യസ്ത തദ്ദേശീയ സമുദായങ്ങളുടെ സംയോജനം, കൂടാതെ ഈ ലാൻഡ് ഗ്രാന്റുകള്, ഇതൊക്കെ ജാതിയുടെ സ്വഭാവത്തില് വീണ്ടും വീണ്ടും മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇനി ബ്രാഹ്മണാധിപത്യം വർദ്ധിച്ചതും ഈ ഭൂദാനവും ജാതി വ്യവസ്ഥയെ ഒന്നുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ബ്രാഹ്മണര് ഭൂമി, മണ്ണില് അവർക്ക് ഭൂമി കിട്ടി, അല്ലെ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ബ്രാഹ്മണർക്ക് ഭൂദാനം വഴി ഭൂമി കിട്ടി. ഈ ഭൂമിയിൽ അവരൊട്ട് തൊഴിൽ ചെയ്യുകയുമില്ല, കൃഷി ഇറക്കാൻ അവര് മെനക്കെടില്ല. അപ്പൊ അവരെന്താ ചെയ്യുക? അത് തൊട്ടു താഴെയുള്ളവർക്ക് ഏൽപ്പിക്കുകയാണ്. എന്ന് വെച്ചാല് ക്ഷത്രിയർക്കിടയിലുള്ള ചില പ്രമാണിമാര് അത് ഭൂമി അവര് ഏൽക്കുന്നു. ഭൂമിയുടെ ഒരു അതിൽ കൃഷി ഇറക്കാനൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു. ഇടപ്രഭുക്കന്മാർ എന്ന രീതിയിലേക്ക് അവര് വരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു വലിയ ഏരിയയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരാണ് നടത്തുന്നത്. ഇനി അവർ അത് വീണ്ടും ഏൽപ്പിക്കുന്നത്, കൃഷി ചെയ്യാൻ വീണ്ടും ഏൽപ്പിക്കുന്നു. എന്നാൽ കൃഷി ചെയ്യാൻ വേണ്ടി അവരിൽ നിന്ന് എടുക്കുന്ന വിഭാഗം യഥാർത്ഥത്തിൽ മണ്ണിലിറങ്ങി പണി ചെയ്യാൻ അതിലും താഴെയുള്ള ആളുകളെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ അത് ജാതിയുടെ ഒരു വളർച്ചയ്ക്ക് വഴിവെക്കുകയാണ് ഉണ്ടാകുന്നത്. കൂടാതെ ധർമ്മശാസ്ത്രങ്ങൾ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും പ്രബലമായിട്ട് വരുന്നത്. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, അതുപോലെ പരാശര സ്മൃതി, ഇങ്ങനെയുള്ള കുറെ സ്മൃതികളും ധർമ്മ സൂത്രങ്ങളും ശ്രുതികളും ഒക്കെ സമൂഹത്തില് വലിയ വേരൂന്നിയ ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ ഇത് ജാതി വ്യവസ്ഥയെ
അടിവരയിട്ട് ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു സമീപനമാണ് ഈ സ്മൃതികളെല്ലാം കൊണ്ടുവന്നത്. അതായത് ജാതി ഒരു യാഥാർത്ഥ്യമാണെന്നും ജാതി നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്നും ഒക്കെ ഇവര് പറഞ്ഞു. അതിനൊരു ദൈവികതയും മതപരമായിട്ടുള്ള മാനങ്ങൾ കൽപ്പിക്കപ്പെട്ടതോടുകൂടി അത് സമൂഹത്തിൽ അങ്ങ് അടിയുറച്ചു പോയി. അപ്പൊ ജാതിയിൽ നിന്നൊരു വ്യത്യാസം സാധ്യമല്ല. നമ്മൾ ജനിക്കുന്നത് ഏത് വിഭാഗത്തിലാണോ അത് ആ ജാതിയിൽ നിലനിൽക്കുക എന്നത് ഒരു ശക്തമായിട്ടുള്ള സാമൂഹിക ഓർഡർ ആയിട്ട് നിലനിന്നു. അങ്ങനെയാണ് തൊഴിലുകളുടെയും വ്യത്യസ്ത ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷന്റെ ഒക്കെ കാര്യം വരുന്നത്. ക്ഷുരകന്റെ മകന് ക്ഷുരകനാകാനേ പറ്റൂ, മറ്റൊരു തൊഴിൽ എന്ന ഒരു ഓപ്ഷൻ, ഒരു ചോയ്സ്, ദർ ഇസ് നോ ചോയ്സ്, അത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് സമൂഹം മാറ്റപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അങ്ങനെ വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവർ വ്യത്യസ്ത ജാതികളായിട്ട് മാറി. കർമ്മം കൊണ്ടല്ല, ജന്മം കൊണ്ടാണ് ജാതിയിൽ അംഗത്വം ലഭിക്കുന്നത്. അത് കർമ്മം കൊണ്ടിട്ട് മാറ്റാൻ സാധിക്കുകയുമില്ല. സമ്പത്ത് ആർജിച്ചാലും അത് ക്ലാസ് ചിലപ്പോൾ മാറും അല്ലെ. ഉയർന്ന ക്ലാസ്സിലേക്ക് നമ്മൾ കൂടുതൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഒരു ലോവർ കാസ്റ്റിലുള്ള ക്ലാസ്സിലുള്ള ഒരാൾക്ക് ഏതെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി നല്ല പണം സമ്പാദിച്ച് തിരികെ വന്നു കഴിഞ്ഞാൽ ക്ലാസ് മാറും അല്ലെ. ഉയർന്ന ക്ലാസ് ആവും, ലോ ക്ലാസ്സിൽ നിന്ന് ഹൈ ക്ലാസ് ആയിട്ട് വളരും. പക്ഷെ അവരുടെ കാസ്റ്റില് ആ മാറ്റം വരില്ല. അപ്പൊ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു മൊബിലിറ്റി ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ്. സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് കാസ്റ്റില്. എന്നാൽ ക്ലാസ് അങ്ങനെയല്ല, മൊബിലിറ്റി കൂടുതലാണ്. അത് മാറ്റം വരുത്താനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള കാസ്റ്റ് ആയിട്ട് രൂപപ്പെട്ടവര് ആ ഒരു കാസ്റ്റ് തന്നെ വന്നു. ഇരുമ്പ് പണിക്കാരും തട്ടാന്മാരും അതുപോലെ ശില്പികളും, ഇങ്ങനെ വ്യത്യാസപ്പെടുന്ന തൊഴിലുകൾ നമ്മുടെ ഒരു ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു. ഈ ക്ഷത്രിയ വൈശ്യ വിഭാഗങ്ങൾക്ക് ഉയർന്ന സ്ഥാനം കിട്ടി എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത. ക്ഷത്രിയര് നമ്മൾ ഈ പറഞ്ഞ ഭൂദാനം വഴി കിട്ടിയ പ്രദേശത്തിന്റെ ഭരണം കൂടി അവരുടെ കയ്യിൽ വന്നു. അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അവർക്ക് ഉയർന്ന പദവി കിട്ടി. കൂടാതെ വൈശ്യരായിരുന്നു എല്ലാ തരത്തിലുള്ള കച്ചവടങ്ങളുടെയും ഒക്കെ കച്ചവടങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ സമ്പത്ത് ഏറ്റവും കൂടുതൽ കയ്യാളിയ ഒരു വിഭാഗമായിട്ട് വൈശ്യരും ഉയർന്നു വന്നു. അപ്പൊ ഇവിടെ ഏറ്റവും ഡിറ്റീരിയറേഷൻ സംഭവിച്ചത് ആർക്കാണ്? അത് ശൂദ്രർക്ക് ആയിരുന്നു. വൈശ്യ വിഭാഗമൊക്കെ ശക്തി കൂടി. കാരണം അവര് ജാതീയമായിട്ട് അവർക്ക് ഏറ്റവും ഉയർന്ന ജാതി ഒന്നും അല്ല എങ്കിൽ പോലും അവർ നല്ല സാമ്പത്തിക അടിത്തറയുള്ള വിഭാഗമായിട്ട് തന്നെ മാറി. ഇനി സാമൂഹിക മാനങ്ങള്, അതായത് ഈ ശൂദ്ര വിഭാഗം കൂടുതൽ താഴേക്ക് പോവുകയും ഉന്നത കുലജാതിക്കാര് ഉയർന്നു വരികയും ചെയ്തു. അതിനു വേണ്ടിയിട്ട് അവര് ഫോളോ ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ ശുദ്ധി എന്ന കോൺസെപ്റ്റ്. ശുദ്ധി അല്ലെങ്കിൽ അശുദ്ധി, ഈ രണ്ട് കോൺസെപ്റ്റുകള് സമൂഹത്തിലെ വലിയ ഒരു വ്യത്യാസങ്ങള് കാലാകാലത്തേക്കായിട്ട് ഇത്തരം വ്യത്യാസങ്ങളെ ഊട്ടിയുറപ്പിച്ചതായിരുന്നു. അശുദ്ധി എന്ന കോൺസെപ്റ്റ് ചില വിഭാഗങ്ങളെ തൊട്ടാലും കണ്ടാൽ വരെ അശുദ്ധമാകും എന്നുള്ള ഒരു കോൺസെപ്റ്റ് വളർത്തിയതോട് കൂടിയിട്ട് ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഒരിക്കലും മുകളിലേക്ക് ഉയർന്നു വരാനുള്ള അവസരം ഇല്ലാതാവുകയും അത് പൂർണ്ണമായിട്ട് നിഷേധിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ തന്നെ സ്ത്രീകളുടെ അവസ്ഥയൊക്കെ കൂടുതൽ പ്രശ്നത്തിലായി അല്ലെങ്കിൽ പരിതാപകരമായത് നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് സ്ത്രീ സമൂഹം വിധേയമായത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോ സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരാൽ സംരക്ഷിതരായിരിക്കേണ്ട സാഹചര്യം സംജാതമാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി ജാതിയുമായിട്ട് ഭൂമിക്കും സമ്പത്തിനും എല്ലാം ബന്ധമുണ്ടായതോട് കൂടിയിട്ട് ജാതി കൂടുതൽ ശക്തമാവുന്ന ഒരു സാഹചര്യമാണ് ഉയർന്നു വരുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.